ഹലോ ഗൈസ്, നമുക്ക് കുറച്ച് മീൻ മേടിച്ചിട്ട് വരാം. നല്ല ഉഗ്രം വെയിലാണ് ഗൈസ്. പണ്ടാരം ഇതാട്ടോ ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ്. സോ നമുക്കിപ്പോൾ തലാൽ പോകാം. തലാൽ സൂപ്പർ മാർക്കറ്റിലാണ്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, കുറവാണ് റേറ്റൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ലുലുവിൽ പോകണം. ലുലുവിൽ ഇന്നൊക്കെ ഓഫർ ഉണ്ടാവും. പക്ഷേ അവിടെ വരെ പോകുന്നതിനും ഭേദം ഇവിടെ എങ്ങാനും മേടിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഷോട്ട് കയറി പോകാം ഗൈസ്. അതായിരിക്കും ഏറ്റവും ബെറ്റർ. വലിയ ശല്യമൊന്നുമില്ല, വണ്ടി വരും എന്നുള്ളൊരു പേടിയും വേണ്ട കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഈ ഒറ്റയ്ക്ക് നടക്കാനാണ് ഭയങ്കര ഇഷ്ടം. കൂടുതലും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതും വരുന്നതും ഒക്കെ. ഞാനങ്ങനെ എൻ്റെ ആവശ്യങ്ങൾക്കായി ഞാൻ ആരെയും കൂട്ടിക്കൊണ്ട് പോകാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തലാലെത്തി കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ന് കുറേ മീനുകളുണ്ട്. ഇന്ന് അത്യാവശ്യം ഓഫേഴ്സും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളെപ്പോഴും മേടിക്കുന്ന പോലെ തന്നെ ഞാനൊരു ചൂര പറഞ്ഞു വൃത്തിയാക്കട്ടെ എന്ന് ഓർത്തു. ആ സമയം കൊണ്ട് ചുമ്മാ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം. കാരണം എന്തായാലും മീനൊന്ന് വൃത്തിയാക്കാൻ ടൈം പിടിക്കും. അപ്പം ഇന്നധികം വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഷോപ്പിൽ. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. എന്നിട്ടും എൻ്റെ ദൈവമേ, മീൻ വൃത്തിയായിട്ടില്ല. ഞാനിവിടെ കട്ട പോസ്റ്റാണ് കേസ്. ഇങ്ങനെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ്. കാരണം എത്ര നേരമായെന്ന് അറിയുമോ അവരോട് ഞാൻ പറഞ്ഞിട്ട് മടുത്തു കേസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഒന്നും കൂടെ കറങ്ങി. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ വില കണ്ടോ, 5.5 ദിർഹംസ്. നമ്മുടെ നാട്ടിലൊരു 100-110 രൂപയാകും. എന്തിനാ വെറുതെ. അതുകൊണ്ട് ഞാനത് നോക്കി. നമ്മൾ നോക്കാൻ മാത്രമേ പാടുള്ളൂ, വാങ്ങാൻ പാടില്ല. അപ്പം ഞാനെല്ലാം നോക്കി വെക്കും ഗൈസ്, ഒന്നും മേടിക്കാറട്ടെ. നാട്ടിൽ പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം കേടും പശയും തീർക്കാം. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഞാൻ മീനൊക്കെ മേടിച്ചു. ഇനി റൂമിലെത്തിയിട്ട് വേണം കറക്റ്റ് വേണ്ടി മീനാക്കാൻ. സോ അങ്ങനെ ഞാൻ മീൻ ഇന്ന് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി മീനൊക്കെ നല്ല വൃത്തിയാക്കി. ഞാൻ അപ്പോൾ ആവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പം ഉച്ചക്കത്തേക്ക് വൈകുന്നേരത്തേക്ക് കൊണ്ട് ഈ 3 കഷ്ണം മതി. സോ അത് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഞാനങ്ങ് മീനൊക്കെ പൊരിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ നല്ല ആസ്വദിച്ചിരുന്ന മീൻ ആദ്യം ഒന്ന് തിന്ന് നോക്കി. ഉപ്പും മുളകൊക്കെ കറക്റ്റാണ്. അപ്പോൾ പിന്നെ ബാക്കി അറ്റാക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ വേഗം പോയി എന്തെങ്കിലും പണിയെടുക്കും, ഞാൻ പോയിരുന്ന് തിന്നട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഓക്കെ, ബായ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.